ഇതെന്ത് മീനിന്റെ പേരെന്താണ്? ആ, നട്ടർ അല്ലേ? ഈ മീനിനെ നമ്മൾ എന്തിനാ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? ഈ മീനിന്റെ പേരെന്താണ്? റെഡ് തിലോപ്പി. മിടുക്കനാണല്ലോ. ഇതാണ് ആസാം വാള. ഇത് കുറെ ലാഭകരമായ ഒരു കൂടുതലും കർഷകർ ചെയ്യുന്ന സീഡാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, സ്വാഗതം ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക്. ഇത് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ വന്നിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തൃക്കുന്നപ്പുഴയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മുഹമ്മദ് കുഞ്ഞിനെയാണ്. ഇതാണ് മുഹമ്മദ് കുഞ്ഞ്. ഇദ്ദേഹം ഒരു ഉൾനാടൻ മത്സ്യ കർഷകനാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ വാപ്പയും പിന്നെ മോനും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഫിഷ് ഫാം നല്ല രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ചെയ്യുന്ന ചില ഹൈബ്രിഡ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും തിലോപ്പി ആയാലും വാളയായിരുന്നാലും കരിമീനായിരുന്നാലും എല്ലാം ഹൈബ്രിഡ് ക്വാളിറ്റിയിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മുഹമ്മദ് കുഞ്ഞിനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞ്. ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഒരു 5-6 വർഷങ്ങളായി. മുഹമ്മദ് കുഞ്ഞ്, ഏതൊക്കെ മത്സ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കുഞ്ഞുങ്ങളാണ് നമുക്കിവിടെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കരിമീൻ ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു 2 ഏക്കറിനോളം അടുത്ത് കുളങ്ങളുണ്ട്. 2 ഏക്കറിൽ ഒരു 10 കുളങ്ങളോളം ഉണ്ട്. അതിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ ആപ്പയ്ക്കകത്തോട്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കർഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. എത്ര ദിവസമായിരിക്കും നമ്മൾ ഹാപ്പയിൽ നിക്ഷേപിക്കുന്നത്? ആപ്പയിൽ നമ്മൾ കരിമീനാകുമ്പോൾ ഒരാഴ്ച 10 ദിവസങ്ങളൊക്കെ ആപ്പയിലിട്ട് വേറെ ആപ്പയിലേക്ക് മാറ്റി കർഷകർക്ക് കൊടുക്കുക എന്നുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. കാരണം ഇതെല്ലാം കരിമീനെല്ലാം നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ. കരിമീനെല്ലാം നമ്മുടെ ഫാമിൽ തന്നെ ഇറങ്ങുന്നതാണ്. ഓക്കെ, വാപ്പയാണ് ഇത് തുടങ്ങി വെച്ചത്? വാപ്പയാണോ അതിന്റെ തുടക്കം? അല്ലേ, കാണിച്ചു തുടങ്ങിയത് വാപ്പയാണല്ലേ? അതെ, ഉൾനാടൻ മത്സ്യ തൊഴിലാളിയാണ്. നമുക്ക് ഫാം ലൈസൻസ് ഒക്കെ ഉള്ളതാണ്. നിങ്ങളൊക്കെ ഉണ്ട്. പുതിയ കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ അറിയുന്ന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ആ കർഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് പുറമെ ഈ കൽക്കട്ടയിൽ നിന്ന് വരുന്ന ഹൈബ്രിഡ് മത്സ്യങ്ങളും പിന്നെ നമ്മുടെ ഫാമിൽ നിന്നും കർഷകർക്ക് കൊടുക്കാറുണ്ട്. ആസാം വാള, നട്ടർ, സിലോപ്പിയ, അനാബസ് ഇങ്ങനെയുള്ള മത്സ്യങ്ങളും കൂടുതലായി നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. സിസ്റ്റർ എത്ര ഇവിടെ വന്നതിന്, ഇദ്ദേഹത്തിന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അല്ലേ? കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വന്നത്. മീന് വേണ്ട വെള്ളത്തിന് pH നോക്കി കൊടുക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ പല പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് ഈ വെള്ളത്തിന്റെ വ്യത്യാസം നമ്മുടെ അടുത്ത് കൊണ്ടുപോകുന്ന മീന് ചിലപ്പം എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ വ്യത്യാസം കൊണ്ട് നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മളിവിടെ നിന്ന് നൽകാറുണ്ട് അല്ലേ? അതിന്റെ പരിചരണം എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന് ഏതൊക്കെ സമയം ഫുഡ് കൊടുക്കണം, അതെ, പിന്നെ വേണ്ടാതെ ഇപ്പൊ ഒരു ഫംഗൽ ബാധ വന്നാൽ അതിന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അത്യാവശ്യം പഠിപ്പിച്ചും കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഫാമിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് എത്ര ഏക്കർ സ്ഥലമാണ് ഇവിടെ ഉള്ളത്? നമുക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. 2 ഏക്കർ സ്ഥലങ്ങളിൽ എത്ര കുളങ്ങളുണ്ട്? നമുക്ക് 2 ഏക്കർ സ്ഥലങ്ങളിൽ 10 കുളങ്ങളുണ്ട്. ഈ 10 കുളങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്? 10 കുളങ്ങളിൽ നമ്മൾ കൂടുതൽ കരിമീൻ്റെ കൃഷിയാണ് ചെയ്യുന്നത്. കരിമീൻ ബ്രീഡിങ്. നമ്മളിപ്പോൾ ഈ ഹാപ്പയിൽ ഏതാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? ഇത് ആസാം വാളയാണ് നമ്മൾ ഈ വലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതെ അതെ. ഇപ്പം ഈ ഹാപ്പയിൽ ഏകദേശം എത്ര മീൻ കുഞ്ഞുങ്ങളുണ്ടാവും? ഈ ഹാപ്പയിൽ ഒരു 20,000 അത്രത്തോളം ഉണ്ടാവും അല്ലേ? 10,000 മീനിടും. അത് ശരി. അത് തന്നെ നമുക്ക് വേറെ ഹാപ്പ് സ്ഥലത്ത് കിടപ്പുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. ട്രീറ്റ്മെന്റ് കഴിയും തോറും നമ്മൾ വേറെ വലയിലോട്ട് നിക്ഷേപിക്കുകയാണ്. അവിടുന്ന് കർഷകർക്ക് കൊടുക്കുകയാണ്. അതല്ലേ, ഓക്കെ. ഇതിന്റെ റേറ്റ് നമ്മുടെ മാർക്കറ്റ് അനുസരിച്ച് കൂടിയും കുറഞ്ഞോ അങ്ങനെ വരുമോ? ഇതിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വലിപ്പം അനുസരിച്ചാണ് ഇതിൽ നമ്മൾ വില
ഇതാണ് ആസാം വാള. ഇത് കുറേ ലാഭകരമായ കൂടുതലും കർഷകർ ചെയ്യുന്ന ഒരു സീഡാണിത്, ആസാം വാള. ഇത് 6-8 മാസം കൊണ്ട് ഇതിന് വിളവെടുക്കാൻ പറ്റും. അതല്ലേ. ഇനി ഇതിപ്പോൾ എത്ര ദിവസം പ്രായമുള്ള ഇതാണ്? ഇത് 1 മാസം 1.5 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ ഫാമിൽ വന്നിട്ട് 12 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണിത്. ഈ ഹാപ്പയിൽ ഏതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്? ഇത് അനാബസ്, അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ? വിയറ്റ്നാം കോയി അനാബസ്. വിയറ്റ്നാം കോയി അനാബസ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഒരു 400-450 ഗ്രാം വരെ ആകും അനാബസ് 6 മാസം കൊണ്ട്. ഇതിന് pH ലെവൽ താഴ്ന്നു നിന്നാലും ഇവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്തൊരു മീനാണ് അനാബസ്. അതെ അതെ. പൊതുവെ അവർക്കൊരു ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു കുളമാണ്. അപ്പോൾ ഈ കുളത്തിൽ ഏതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഈ കുളത്തിൽ നമ്മൾ MST ആണ് ഇപ്പോൾ ഈ ആപ്പയിൽ കിടക്കുന്നത്. MST തിലോപ്പിയ അല്ലേ? MST തിലോപ്പിയ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാമോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 90% ഇത് ആൺ മത്സ്യമാണ്. അതെ അതെ. ഇത് വെയിറ്റ് വെക്കുന്ന മത്സ്യമാണ്. ഇത് 1 കിലോ ഏകദേശം 800 ഗ്രാം 1 കിലോ വെയിറ്റ് വരുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു മത്സ്യമാണ്. ബ്രീഡ് ആവത്തില്ല, കാരണം ഇതിൽ ആൺ മത്സ്യങ്ങളായിരിക്കും കൂടുതലും. ഇത് 90% ആൺ മത്സ്യങ്ങൾ തന്നെയായിരിക്കും. കരിമീൻ്റെ നമുക്ക് ബ്രീഡിംഗ് പെയർ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ? കരിമീൻ പെയർ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്ത വലിയ കരിമീനാക്കി പെയറാക്കി കർഷകർക്ക് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കരിമീൻ്റെ ബ്രീഡിംഗ് പെയറുകളാണോ? ഇത് ബ്രീഡിംഗ് പെയറുകളാണ്. നമ്മൾ ബ്രീഡാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു ബ്രീഡിംഗ് പെയറിൽ നിന്ന് ഒരു വട്ടം അത് മുട്ടയിടുമ്പോൾ എത്രമാത്രം കരിമീൻ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും? ഏകദേശം നമുക്കൊരു 1000 കുഞ്ഞുങ്ങളെ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 1000 വരെ കിട്ടാം അല്ലേ? പിന്നെ നമുക്ക് റെഡ് തിലോപ്പിയ ഉണ്ട് അല്ലേ? റെഡ് തിലോപ്പിയ ഉണ്ട്. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഇതിൽ സെറ്റ് ചെയ്യുക? ഇഞ്ചക്ഷൻ ചെയ്ത് വിട്ടിരിക്കുക. അതെ. ബ്രീഡിംഗ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുക നമ്മൾ നാച്ചുറൽ പോണ്ടില്ലേ. വേറെ ഒരു മീനും ഇല്ലാതെ ഇത് മാത്രം. മറ്റു മീനുകളൊന്നും പാടില്ല അല്ലേ? മറ്റുള്ള മീനുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ അത് കഴിക്കും. അതെ. അതുകൊണ്ട് അത് മാത്രമായിട്ട് എത്തിരിക്കുക. വേറെ ഒരു ഉപ്പ് പോലും ഇല്ലാതെ ബ്രീഡിങ് നമ്മളിപ്പോൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. കരിമീൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? ബ്രീഡിങ്ങിനെ പറ്റി നമ്മൾ കരിമീനെ പെയറാക്കി ഹാപ്പ വിലയുടെ അകത്ത് ഒരു 10 ദിവസം ഇട്ട് അത് ജോഡിയായി അതിനുശേഷം നമ്മൾ ഈ കുളത്തിലേക്ക് നിക്ഷേപിക്കും. ഓക്കെ. ജോഡിയായതിനു ശേഷമാണ് നമ്മൾ കുളത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. കുളത്തിലേക്ക് നിക്ഷേപിച്ച് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച 3-4 ദിവസം ഒരാഴ്ച വേണ്ടി വരത്തില്ല. അതിനു മുന്നേ അത് മുട്ട വെച്ച് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ കുഴിയുണ്ട്, കുഴിയിലാണ് അതിന് കുഞ്ഞുങ്ങൾ ഇറക്കുന്നത്. അത് ഇറക്കി നമ്മൾ ഒരു 3 മാസം ആകുമ്പോൾ 1 ഇഞ്ച് കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് നമ്മൾ 1-2 ആഴ്ച നമ്മളിത് ആപ്പയിലിട്ട് കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളുടെ എത്രാമത്തെ പോണ്ടാണ് ഇതിപ്പോൾ? ഇത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 4ാമത്തെ പോണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. 4ാമത്തെ പോണ്ട്. നമുക്ക് ഏകദേശം 10 പോണ്ടുകളാണുള്ളത്. പക്ഷെ 10 നമുക്ക് കവർ ചെയ്യാനായിട്ട് 10 കവർ ചെയ്യാൻ നമുക്ക് ടൈം ഒരുപാട് എടുക്കും. അതെ അതെ. ഇപ്പോൾ 4ാമത്തെ പോണ്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഹാപ്പയാണോ അതെന്താ വല്ല കെണിയാണോ എന്താണിത്? ഇപ്പോൾ കാണാം, നമ്മളിപ്പം കരിമീൻ ബ്രീഡായ കുഞ്ഞുങ്ങൾ നമ്മൾ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ വന്ന് കയറും. കെണി വെച്ചിരിക്കുകയാണ് നമ്മൾ. അതെ. അപ്പോൾ തീറ്റ ഈ വലയിൽ കയറുമ്പോൾ നമ്മൾ ഈ വല പൊക്കിയാണ് കുഞ്ഞുങ്ങളെ എടുക്കാറ്. കാരണം വേറെ കാണിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ആ പോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ആ ഗ്രീൻ നെറ്റും മുകളിൽ ആ നെറ്റും. കാരണം ഈ നീർക്കാക്ക, കൊക്ക് അങ്ങനെയുള്ള ശല്യം ധാരാളമായിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടായിരിക്കണം. മാക്സിമം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സെക്യൂർ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കരിമീൻ ബ്രീഡായി കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ 1 ഇഞ്ചോളം ആവും. അതിനെ പിടിക്കാനായിട്ട് ഈ കെണിയിടാത്ത നമ്മൾ തീറ്റ ഇടുമ്പോൾ കെണിയിൽ കുഞ്ഞുങ്ങൾ വന്ന് കയറും. നമ്മൾ പൊക്കി അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കാണിച്ചു തരാം, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ശരി.
നമ്മൾ എത്ര പെയറുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു? ഇതിൽ ഞങ്ങൾ ഏകദേശം 150ഓളം പെയറുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ആഹാ. ഓക്കെ, നമ്മളെ കെണി വെച്ച് പിടിച്ച മീനുകളാണിത് അല്ലേ? ഈ ഫാമിൽ ഈ പോണ്ടിൽ കെണി വെച്ച് പിടിച്ച കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. ഈ ചെറിയ ഹാപ്പയിലോട്ട് മാറ്റിയത്. ഇത് ഇനി 15 ദിവസം 12 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കർഷകരിലേക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഇത് മത്സ്യകൃഷി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ന്യായമായ രീതിയിൽ ലഭിക്കുന്നതുമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ മുഹമ്മദ് കുഞ്ഞിൻ്റെ ഇപ്പോൾ പേഴ്സണലി എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളോടുള്ള ഒരു സമീപനവും അതേപോലെ തന്നെ ഫിഷുകളെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും നിങ്ങൾ നേരത്തെ കണ്ടു, ആ വീഡിയോയിൽ കണ്ടിരുന്നു. അതേപോലെ എന്താണ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, അതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മത്സ്യക്കുഞ്ഞുങ്ങളെ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ചെയ്യുന്നതിലൊരു കലാബോധമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനോടുള്ള താല്പര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വേറൊന്നുമില്ല. അതിനോടുള്ള താല്പര്യമാണ് ഇദ്ദേഹത്തിന്. അത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മേഖലയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉൾനാടൻ മത്സ്യ കൃഷി എന്നുള്ളത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.